ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിൽ തൊട്ടായി നിരത്തിക്കിടത്തിയ മൃതദേഹങ്ങൾ സങ്കല്പിക്കുക. അത്തരം 13.5 ഫുട്ബോൾ ഗ്രൗണ്ടുകളിൽ നിറയെ തൊട്ട് നിരത്തിയ മൃതദേഹങ്ങൾ. മെയ് അവസാനം വരെ ഇസ്രായേൽ ഗസയിൽ മാത്രം കൊന്നുകളഞ്ഞ ഫലസ്തീൻകാരുടെ എണ്ണം അത്ര വരും. TRT വേൾഡ് ചാനൽ തയ്യാറാക്കിയ സാങ്കല്പിക ചിത്രമാണിത്. 8 മാസം 1.5 ലക്ഷത്തോളം മനുഷ്യജീവൻ. കൈകാൽ നഷ്ടപ്പെട്ടവർ, അഭയമില്ലാത്തവർ, അഭയാർത്ഥി ക്യാമ്പിലടക്കം ബോംബിടുന്നു. അറ്റമില്ലാത്ത ഇസ്രായേലി പൈശാചികത, അവർക്ക് ആയുധവും പണവും നൽകുന്ന അമേരിക്ക, ഒന്നും ചെയ്യാതെ നോക്കി നിൽക്കുന്ന ലോകം. ഇതിനിടയിലും ധീരതയുടെയും ക്ഷമയുടെയും അനേകം ഫലസ്തീനി അനുഭവ കഥകൾ വാർത്തകളിലുണ്ട്. ഇതാ ഒരു യുവ അധ്യാപിക. സ്കൂളുകളെല്ലാം ഇസ്രായേൽ നശിപ്പിച്ചിരിക്കെ അവർ ഒരു സഞ്ചരിക്കുന്ന സ്കൂളായി. قلبا يغدق خيرا للأجيال حقق بعطائك دوما كل خيال جودك كرم يبقى يصنع هدفا أرقى حلما جميلا سينال هيا نزرع الأمل هيا نمسح دمع المقل ഒരു കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി വെടിയുണ്ടകൾക്കിടയിലൂടെ പാഞ്ഞെത്തുന്നവർ. وحوش وحوش يلا جماعة നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, കഴിഞ്ഞ നവംബറിൽ 4000-ലേറെ കുട്ടികളെ ഇസ്രായേൽ കൊന്നുകഴിഞ്ഞപ്പോൾ ഗസയിലെ കുട്ടികൾ ഒരു വാർത്താ സമ്മേളനം നടത്തി. തങ്ങൾക്ക് ഭക്ഷണവും അഭയവും സമാധാനവും വേണമെന്ന് അവർ ലോകത്തോട് ആവശ്യപ്പെട്ടു. ഒന്നും കാണാത്ത പോലെ, ഒന്നും കേൾക്കാത്ത പോലെ ഇരിക്കുന്ന ലോകത്തോട് ഗസയുടെ അവസ്ഥയെപ്പറ്റി പറയണം. അതിന് എനിക്കൊരു ജേർണലിസ്റ്റ് ആകണം. സുമയ്യ വുസ്ഹ എന്ന ബാലികയുടെ ആഗ്രഹമാണ് ഇത്. രക്തസാക്ഷിയായ ഷിരീൻ അബു ആക്ലയെ പോലൊരു റിപ്പോർട്ടർ ആകണം. ജോലി തുടങ്ങുമ്പോൾ സുമയ്യ നുസൈറാത്ത് അഭയാർത്ഥി ക്യാമ്പിലാണ്. പിന്നീട് ഇസ്രായേൽ ഈ ക്യാമ്പിന് ബോംബിട്ടു. ഫെബ്രുവരിയിൽ സുമയ്യയുടെ ആദ്യ റിപ്പോർട്ട് ഇതായിരുന്നു. أنا اسمي سمية وشاح عمري 11 سنة من قطاع غزة. نحن الآن على ركام عائلة عبد الله. هذا المنزل الذي استشهد فيه 17 شخصاً. نقف الآن أمام مخبز السفراء، المخبز الوحيد في مخيم النصيرات الذي يعمل الآن. كما نشاهد أعداد كبيرة من النازحين تقف في طابور طويل من أجل الحصول على ربطة خبز واحد. نحن الآن في مخيم النصيرات للاجئين، وهذا هو سوق المخيم المليء بالنازحين الذين هربوا من القتل والخوف. അഭയാർത്ഥി ക്യാമ്പിലായാലും റമദാൻ സവിശേഷമാണ്. ഈ റമദാനിലെ ആഘോഷം ഗസയിൽ ഒരിടത്ത്. കെടുതിയും ദുരിതവും പട്ടിണിയും. പുല്ല് വേവിച്ചതാണ് ആഹാരം.
അത് കഴിക്കുമ്പോഴും പുഞ്ചിരിക്കാൻ കഴിയുന്നവരെ എന്ത് വിളിക്കും? ഫലസ്തീൻ എന്ന് വിളിച്ചോളൂ. വടക്കൻ ഗസയിൽ നിന്ന് പലായനം ചെയ്ത് റഫായിലെത്തിയ ഹുസാമൽ അത്തറിന് വൈദ്യുതിയില്ലാതെ കഷ്ടപ്പെടുന്ന ഉറ്റവരെ സഹായിക്കണം എന്നൊരാഗ്രഹം. അവൻ പാഴ്വസ്തുക്കൾ കൊണ്ടൊരു നാടൻ ജനറേറ്റർ ഉണ്ടാക്കി. ഗസയുടെ ന്യൂട്ടൺ എന്നാണ് ഈ 15-കാരൻ അറിയപ്പെടുന്നത്. يعني نزحنا من الشمال لرفح في مخيم. രണ്ട് ഫാൻ, കുറച്ച് വയർ, ചെറിയ ഡൈനാമോ. കാറ്റടിക്കുമ്പോൾ കറണ്ട് ഉണ്ടാകും. ലോകത്തിന് മുഴുവൻ ഉപകാരപ്പെടുന്ന ശാസ്ത്രജ്ഞനാകാനാണ് ഹുസാമയുടെ മോഹം. പക്ഷെ ചരിത്രം ഏറെ കണ്ടിട്ടില്ലാത്ത പൈശാചികതയോടെ ഇസ്രായേൽ റഫായിലും ബോംബിട്ടു. അനേകം മനുഷ്യരെ ജീവനോടെ കത്തിച്ചു. ലോകത്തിന് മുൻപിലുള്ള ചോദ്യം വ്യക്തമാണ്. ക്ഷമയും നന്മയും ജീവനുമാണോ വേണ്ടത്, അതോ പകയും നാശവുമാണോ? ഫലസ്തീന് ചൈതന്യം വേണോ, അതോ ഇസ്രായേലി സംഹാരം വേണോ?